ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ അവിചാരിതമായി നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഒപ്പം നിങ്ങളുടെ സ്നേഹബന്ധത്തിനുള്ള ഡിവൈൻ ഗൈഡൻസും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജിയിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെസൊണേറ്റ് ചെയ്യും. അല്പമൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും സന്തോഷകരമായി പങ്കുവച്ചതുമായിട്ടുള്ള ആ ഒരു സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളെപ്പറ്റി ആലോചിക്കുക. വിഷമങ്ങളെല്ലാം തന്നെ മാറ്റി പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ദ ചാരിയറ്റ് ആണ്. ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ അവരുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ വീണ്ടും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന എനർജി. ചാരിയറ്റ് കാണിക്കുന്നത് അവർ ഇനി വികാരങ്ങൾക്ക് അടിമയായി നിൽക്കാൻ തയ്യാറല്ല, ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത്രയും കാലം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീക്ക് പോയിന്റ്, എന്തെങ്കിലും ഒരു അഡിക്ഷൻസ് അതൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന എനർജി. അവരുടെ ജീവിതത്തിൻ്റെ ഒരു കടിഞ്ഞാൺ വീണ്ടും കയ്യിൽ പിടിക്കുന്ന എനർജി. ക്യൂൻ ഓഫ് സോർട്സ് പറയുന്നത് അവരിപ്പോൾ കാര്യങ്ങളെ വളരെ യുക്തിപരമായിട്ട് തന്നെ കാണുന്നു. ഒരു പ്രാക്ടിക്കൽ മെൻറ്റാലിറ്റി, മുമ്പുണ്ടായിട്ടുള്ള വികാരപരമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം അതൊക്കെ മാറി ഒരു വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അതിനാൽ അവർക്ക് ഇനി സത്യം മാത്രം പറയാനും കേൾക്കാനുമാണ് ആഗ്രഹം. മറച്ചു വെക്കലുകളും അനാവശ്യമായിട്ടുള്ള നാടകങ്ങളും ഒന്നും തന്നെ അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല ആരിൽ നിന്നും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. അതായത് 8 ഓഫ് വൺസ്. നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സന്ദേശം. അതായത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെയോ പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വേഗത്തിൽ ഒരു വ്യക്തതയിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. ചിലർക്കിതൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മെസ്സേജ്, ഫോൺ കോൾ അല്ലെങ്കിൽ നേരിട്ടുള്ള സംഭാഷണം എന്ന രീതിയിലും പ്രകടമാകാം. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു തുറന്നു പറച്ചിൽ, വളരെ ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജിയാണ് ഈ കാണിക്കുന്നത്. ഇതൊരു നിയർ ഫ്യൂച്ചറിൽ നോ കോണ്ടാക്റ്റിലായിട്ടുള്ള ആളുകളുടെ എനർജിയാണ് കൂടുതൽ കാണിക്കുന്നത്. 2 ഓഫ് വൺസ് എന്ന് പറയുന്നത് ഒരു ഭാവിയെപ്പറ്റി ആലോചിക്കുന്ന എനർജി. ഇപ്പോഴും എല്ലാ തീരുമാനങ്ങളും പൂർത്തിയായിട്ടില്ല. അവർക്ക് മുമ്പിൽ 2ഓ അതിലധികമോ വഴികൾ തുറന്നു കിടക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട അടുത്ത ചുവട് വെക്കണോ എന്നതും അവർ വിലയിരുത്തുന്നുണ്ടാകാം. ഈ ഒരു സമയം നിങ്ങളുടെ ബന്ധത്തെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ആലോചിക്കുന്നു. ഓവറാൾ ഈ ഒരു 4 കാർഡിന് സ്പ്രെഡ് നോക്കുന്ന സമയത്ത് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. ചില അഡിക്ഷൻസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം എനർജിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി സത്യം മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് എനിക്ക് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത ഒരു തീരുമാനം ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് എന്നുള്ളത് ഞാൻ വളരെ സൂക്ഷിച്ചാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി വരുന്ന ഒരു റീഡിംഗ് ആണ്, അത് മനസ്സിലാക്കുക. നമുക്കിനി ഈ ഒരു ബന്ധത്തിൻ്റെ, നിങ്ങളുടെ ഈ ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണെന്ന് ചോദിക്കാം. വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് 4 ഓഫ് സോർട്സ് ആണ്. ഒരു ഇടവേള അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിനെ കാണിക്കുന്നുണ്ട്. ചില സമയം ഒരു നിശബ്ദത, ഒരു ഡിസ്റ്റൻറ്റ്, ചിന്തിക്കാൻ കുറേ സമയമെടുക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരു മന്ദഗതിയിലാകാനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളൊരു നോ കോണ്ടാക്ട് എനർജിയിലാണ് എങ്കിൽ ഇതൊക്കെ ഈ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്, അവർ പറയാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തന്നെയും ചില ആളുകളെങ്കിലും ഒരു സ്ലോ എനർജിയിൽ നിൽക്കുന്നവരായിരിക്കാം. കാരണം ഒരു ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് കാലം ചിന്തിച്ച് സമയം കളയും. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ടൈമിൽ ഒരു ശനിയുടെ ഇൻഫ്ലുവൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ മന്ദഗതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് ചലിക്കുകയുള്ളൂ. നമ്മളുടെ ഒരു ജാതകവശാലുള്ള ഒരു ടൈം നോക്കുന്ന സമയത്ത് ശനിയുടെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടോ അവിടെ ഉറപ്പായും ഒരു ബന്ധത്തിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതിനെ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങൾ, അകൽച്ചകൾ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇതെല്ലാം തന്നെ വന്നിരിക്കും. ബന്ധങ്ങളുടെ ആഴം എത്രത്തോളമുണ്ട്, ആത്മാർത്ഥത എത്രത്തോളമുണ്ട് എന്നുള്ളത് ശരിക്കും കാണിച്ചു തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് സാറ്റേൺ. കാരണം ഇവിടെ ഒരു ടവർ കാർഡിന്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. പഴയ രീതികളെല്ലാം തന്നെ തകരുകയും സത്യം പുറത്തു വരികയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടക്കുകയും ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നത് ഒരു ഫ്യൂച്ചർ എനർജിയാണ്. അതായത് നിങ്ങളെ ശരിക്കും ഒന്ന് പിടിച്ചു കുലുക്കുന്ന എന്തോ ഒരു ന്യൂസ്, പിന്നീട് അത് ശരിയായ വഴിയിലേക്ക് നയിക്കുന്നുണ്ട് നിങ്ങളെ. ഭയപ്പെടേണ്ടതില്ല. കാര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൊന്ന് അലർട്ടായിട്ടിരിക്കാൻ പറ്റും. ജീവിതത്തിന്റെ വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന കാർഡാണ് ഈ ഒരു ടവർ കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ടവറിനൊരു ഗുണമുള്ളത്, ചില ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ചില നല്ല കാര്യങ്ങളിലേക്ക് അത് നമ്മളെ നയിക്കും. കാരണം തുടർന്ന് വരുന്ന ഈ ഒരു 6 of Wands എന്ന് പറയുന്നത് ഈ ഒരു മാറ്റങ്ങൾക്ക് ശേഷമുള്ള ഒരു വിജയം, അംഗീകാരം, അതല്ല എങ്കിൽ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു തിരിച്ചു വരവ് ഉണ്ടാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ചിലർക്കിത് ബന്ധത്തിലെ ഒരു പുരോഗതിയൊക്കെ ആയിരിക്കാം, ചിലർക്കിത് വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയമായിരിക്കാം. 6 of Swords കാണിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഒരു യാത്ര എന്ന് പറയുന്നത് സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. വിഷമം നിറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് കൂടുതൽ ശാന്തവും വ്യക്തവുമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്ട് വീണ്ടും കുറച്ച് സമയത്തേക്കെങ്കിലും കുറച്ച് ആളുകൾക്ക് നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് കഴിയുന്ന സമയത്ത് കാര്യങ്ങൾ അനുകൂലമായി തിരിയാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളിലേക്ക്. ഈ ഒരു ബന്ധം കൂടുതൽ ഒരു സമാധാന ഘട്ടത്തിലേക്കും മുന്നേറ്റത്തിലേക്കും പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് നോക്കാം. അതായത് നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിൽ ഡിവൈൻ എനർജി എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്? ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാ കാർഡൊന്നും സോഷ്യൽ മീഡിയയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല, ഐ എം സോറി. അപ്പോൾ ദ വേൾഡ് കാർഡ് പറയുന്നത് ഒരു മേജർ അർക്കാനയിലെ ഏറ്റവും ശക്തമായ കംപ്ലീഷൻ കാർഡുകളിൽ ഒന്നാണ് ഈ ഒരു വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. പഴയ അധ്യായം അവസാനിപ്പിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അവസാനിച്ച കാര്യങ്ങളെ പിടിച്ചു നിൽക്കാതെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യമേ തന്നെ പറയേണ്ടത്, നിങ്ങളുടെ മൂല്യം സ്വയം തിരിച്ചറിയുക. നിങ്ങളുടെ ബന്ധത്തിൻ്റെ വളർച്ചയെ ഭയപ്പെടാൻ പാടില്ല. ശരിയായ സമയത്ത് ശരിയായ ആളുകളും അവസരങ്ങളുമെല്ലാം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പഴയ വേദനകളിലൊന്നും തന്നെ കുടുങ്ങി നിൽക്കാതെ പുതിയ തുടക്കങ്ങൾക്ക് തയ്യാറാകുക. മനസ്സും ശരീരവും അതിനായിട്ട് അർപ്പിക്കുക. അതായത് ഒരു ബന്ധം പിടിച്ചു നിൽക്കുന്തോറും നിങ്ങൾ മുറിപ്പെടുന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഈ ഒരു സമയം അതിന് ക്ലോഷർ കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നതിനെ ഈ ഒരു വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നു. പഴയ വേദനകളിൽ തന്നെ കുടുങ്ങിക്കിടന്ന് ജീവിക്കാൻ മറന്നുപോയ ഒരുപാട് ആളുകളുടെ എനർജി ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ ഇറങ്ങിപ്പോയ ആളുകളുണ്ടാകാം. ചിലരുടെ വ്യക്തികൾ അങ്ങനെ പോയിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാതെ ഇരിക്കുക. ഒരുപാട് കാലമായിട്ടുള്ള നോ കോണ്ടാക്റ്റ് ഒക്കെയാണ്, അവർ നിങ്ങളെ തിരക്കി വരുന്നതേയില്ല, അങ്ങനെയുള്ള എനർജിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന് ശരിക്കും നിങ്ങളാണ് ഇനി ക്ലോഷർ കൊടുക്കാനുള്ളത്. ഇത് കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഈ ഒരു ദിവസം 24/7 അവരെ മാത്രം ചിന്തിച്ച് സമയം കളയും. ശരിയായ ആഹാരമോ ഉറക്കമോ ഒന്നും തന്നെ ഇല്ലാതെ, നിങ്ങളിലേക്ക് ഒരു എനർജി പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സമയം, അത് എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളോടാണ് ഈ ഒരു ബന്ധത്തിന്റെ ക്ലോഷർ ഈ ഒരു യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്. തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഒരു ട്രാൻസ്ഫർമേഷൻ ഘട്ടത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ആളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പഴയ രീതിയിൽ മുന്നോട്ട് പോവുകയില്ല. ബന്ധത്തിലെ ഒരു തെറ്റായ രീതികളെല്ലാം തന്നെ ഒന്ന് അവസാനിപ്പിച്ച് ഒരു ട്രാൻസ്ഫർമേഷൻ ഘട്ടത്തിൽ കൂടിയൊക്കെ പോയി നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ലോങ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഡിവൈൻ ഗൈഡൻസ് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ മുൻപോട്ടുള്ള എനർജിക്ക് മാറ്റം വരാൻ പോകുന്നു. അതിനെ എതിർക്കാൻ പാടില്ല. അവസാനിക്കേണ്ടത് അവസാനിക്കട്ടെ. നിങ്ങളെ കൂടുതൽ നല്ലൊരു ജീവിതഘട്ടത്തിലേക്ക് നയിക്കുന്ന പുതിയ വാതിലുകൾ തുറക്കാൻ അതിൽ വിശ്വസിക്കുക എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾക്കത് ക്ഷമിച്ചു കൊടുക്കാം. പക്ഷേ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു എങ്കിൽ ഇത് റീതിങ്ക് ചെയ്യേണ്ട സമയമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ വളരെ നല്ലൊരു ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ, തുറന്ന ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ഒരു പാർട്ട്ണറിന്റെ ആക്ഷൻസിനെ നോക്കുക. വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തികൾ കൂടി ഈ ഒരു ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകൾക്കും ഒരു റീയൂണിയൻ എനർജി കാണിക്കുന്നുണ്ട്. ഒരു ഡീപ്പ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് ഇതൊരു ക്ലോഷർ എനർജിയിലേക്ക് പോയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു ജനറൽ ആൻഡ് കളക്റ്റീവ് ടാരോ ട്രേഡിംഗ് ആണ്. എല്ലാവരുടെയും ജീവിതവുമായി 100% ഇത് പൊരുത്തപ്പെടണമെന്നില്ല. നിങ്ങളുടെ ഒരു സാഹചര്യത്തോട് യോജിക്കുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന യൂണിവേഴ്സിന് നന്ദി പറയുക. തുടർന്നും ഒരു ഡിവൈൻ എനർജിയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഡിവൈൻ ഗൈഡൻസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റീഡിംഗിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദ സുപ്രീം പവർ, അതായത് ഡിവൈന് മുമ്പിൽ തന്നെ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ വിഷമങ്ങൾ എന്ത് തന്നെയായാലും
അത് പൂർണ്ണമായും സറണ്ടർ ചെയ്യുന്നത് വഴി മാത്രമേ ഈ ഒരു ഡിവൈൻ അതിലൊരു തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. അതായത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി സറണ്ടർ ചെയ്തു കൊടുക്കുക. ജീവിതത്തിൽ നിങ്ങളുടെ ഒരു കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിലൊരു നിർണായക തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് അതിൻ്റെ ഗൈഡൻസ് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, ടാരോ റീഡിംഗ് എന്താണെന്ന് അത്യാവശ്യമെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു റീഡിംഗ് നോക്കുന്നതിന് ജാതിയോ മതമോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഏത് മതത്തിലാണെങ്കിലും ഒരു ഡിവൈൻ എനർജിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, അത്രമാത്രം. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കോൾ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ദയവായി മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് കൃത്യമായ പേയ്മെൻ്റ് ഉണ്ട്. ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി എത്രയും വേഗം മടങ്ങി വന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു ഡിവൈൻ എനർജിയോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.